ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രികാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രികാലം നമ്മളായിരുന്നാൽ നിശ്ചയമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ രാത്രികാലം ഞാൻ ഒരു ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഭാഗം ഇതിങ്ങനെയാണ്: എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയെ നൽകുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമെന്ന് പറയുന്ന കാര്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം ചില കാലങ്ങളും വർഷങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നമ്മൾ നോക്കി ജീവിച്ചാൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മളായിരുന്നാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവൻ്റെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ നല്ല ദിവസം കർത്താവ് നമ്മുടെ മുഖം ലജ്ജിപ്പാൻ അനുവദിക്കത്തില്ല. നമ്മളെ വിശ്വാസത്തിൽ ബലം തന്ന് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപയും നൽകും. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ സകലവിധ കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, സകലവിധ കഷ്ടതകൾ അനുഭവിക്കുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എങ്കിലും ഹല്ലേലൂയ നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഈ രാത്രി ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, നമുക്ക് സകലവിധ കഷ്ടങ്ങളുണ്ട്. പല വിധത്തിലാണ് കഷ്ടങ്ങൾ. പല ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടങ്ങൾ, രോഗത്തിൻ്റെ കഷ്ടങ്ങളാണ്. ചില സമയത്ത് കുടുംബജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിൽ വിദ്യാഭ്യാസ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്തു തന്നെയായിരുന്നാലും സകലവിധ കഷ്ടതകൾ നമുക്ക് തോൽക്കുവാനല്ല, മറിച്ച് അത് ജയിക്കുവാൻ വേണ്ടിയിട്ടെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്ന സമയത്ത് അവിടെ പറയുന്നു, കഷ്ടതകൾ വരുന്നു, കഷ്ടതകൾ സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ലെന്നാണ്. അപ്പോൾ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മൾ നിരാശപ്പെടുന്നില്ല. കാര്യം എല്ലാത്തിനും പരിമിതിയുണ്ട്, എന്തിനും ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ത് ചെയ്യില്ല, നമ്മളെ ജയിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും ബലം പ്രാപിക്കും തോറും ബുദ്ധിമുട്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നമ്മെ ജയിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അതിനെ ജയിക്കുന്നവരായി മാറുവാനായിട്ട് പറ്റും. നമ്മൾ എങ്കിലും നിരാശപ്പെടുന്നില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിരാശയാണ്. അതൊരു എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് നിരാശപ്പെടുമ്പോൾ പിശാചിന് നമ്മളൊരു വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പിശാചിനകത്തേക്ക് പ്രവേശിക്കാൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന്. നമുക്കൊരുപാട് തരത്തിലുള്ള ഉപദ്രവമുണ്ട്. പഴയ നിയമത്തിലെ പോലെയല്ല, പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ആത്മീയമായ അകത്തെ മനുഷ്യന് വിവിധ തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, നമ്മളെ എങ്ങനെയൊക്കെ വിശ്വാസത്തിൽ നിന്ന് തള്ളിക്കളയുവാൻ, നമ്മൾ ദൈവത്തോട് മറുതലിപ്പാനൊക്കെ പിശാച പദ്ധതികൾ, തന്ത്രങ്ങളൊക്കെ ഒരുക്കും. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. വീണ് കിടക്കേണ്ട അവസ്ഥ വന്നാലും നശിപ്പാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യില്ല, അനുവദിക്കത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, നമ്മുടെ ഇങ്ങനെ വരുന്നതായിട്ടുള്ള പ്രയാസങ്ങളെ എങ്ങനെ ജയിക്കുവാനായിട്ട് സാധ്യമാകുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ രാത്രി ദൈവത്തിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്കൊരാശ്രയമുണ്ട്. നമ്മളെല്ലാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ആശ്രയം വർദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലാണ് നമ്മുടെ ആശ്രയമൊക്കെ ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് ജോലിയിലാണ് ആശ്രയം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവർ സെറ്റിൽഡാണ്. ഇപ്പോൾ നമുക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് സെറ്റിൽഡായെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഏത് നിമിഷമാണ് ജോലി പോകുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏത് സമയത്താണ് പ്രയാസങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏത് സമയത്താണ് രോഗങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എൻ്റെ കൂടെ പഠിച്ചതായ ഒരു സഹോദരി, അവർ സന്തോഷകരമായി
ലോകത്തിൽ ജീവിച്ചു, സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചു, സന്തോഷകരമായി കുഞ്ഞുങ്ങളെ കിട്ടി, ഒരു വളരെ നല്ല ജോലിയുണ്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട്, സന്തോഷകരമായിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ക്യാൻസറിൻ്റെ രോഗം വന്ന് അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കഴിഞ്ഞ ആ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ നമുക്കൊരു സുവിശേഷം പോലും പറയാൻ പറ്റാത്ത തരത്തിൽ പെട്ടെന്ന് ഹല്ലേലൂയ മറഞ്ഞു പോകാൻ, ഈ ലോകം വിട്ടെടുക്കപ്പെടാനിടയായി തീർന്നു. അപ്പോൾ നമുക്കറിയത്തില്ല എപ്പോഴാണ് ഹല്ലേലൂയ. അപ്പോൾ വിവിധ തരത്തിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും നമ്മുടെ ആശ്രയം നമ്മൾ വിട്ടുകളയാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കണം. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്ന സദൃശ്യവാക്യം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 6 വരെയുള്ള വാക്യം പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ ഓർത്തുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തമായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. സ്വന്തം കഴിവുണ്ടെങ്കിൽ ബലമുണ്ടെങ്കിലൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നതാണ്. സ്വന്തം പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ തിരുവചനം പറയും അവനാണ് വിജയിക്കുന്നത്. നിൻ്റെ സകല വഴികൾ, നിൻ്റെ എല്ലാ വഴികളിലും അവനെ ഓർക്കണം, അവനെ നനയ്ക്കണം, എന്നാൽ അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഈ സകല പാതകളും അത് തടസ്സമാകട്ടെ, അത് പ്രതികൂലമാകട്ടെ, ഹല്ലേലൂയ, എന്ത് തന്നെ ആയിരുന്നാലും ആ പാതകളെല്ലാം നിരപ്പാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവം അങ്ങ് നമുക്ക് ബലത്തെ നൽകും. ഞാൻ പറയട്ടെ, നമുക്ക് ദാവീദിൻ്റെ ചരിത്രത്തെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ദാവീദ് ഇസ്രായേൽ സൈന്യം മൊത്തം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെയാണ് ഭയപ്പെട്ടുകൊണ്ടിരുന്നത്? ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അത് ഒരു ഇടയ ചെറുക്കനായിരിക്കുന്ന ദാവീദ് അവിടെ വരികയാണ്. ദാവീദ് വന്നിട്ട് ഹല്ലേലൂയ അവനൊരു കല്ലും കവണയുമായി വന്ന് ഇതാ ഗോലിയാത്തിനെ നേരിടാൻ വരികയാണ്. ഹല്ലേലൂയ അവിടെ പറയുന്ന സമയത്ത് ദാവീദ് പറഞ്ഞു, നീ വാളും കുന്തത്തോടും ശൂലത്തോടും കൂടെ എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ യുദ്ധത്തിന് പുറപ്പെട്ടത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ സ്വന്തം ശക്തിയിലല്ല ആരാണ് പുറപ്പെട്ടു പോയത്? ദാവീദ് സ്വന്തം ശക്തിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടാണ് താൻ ഗോലിയാത്തിനെ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ച് താൻ മുന്നോട്ട് കടന്നു വരുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. അവൻ ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിച്ച് അവൻ അവിടെ ശത്രുവിനെ അവിടെ തകർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഗോലിയാത്തിനെ മാനുഷികമായിട്ട് അവന് ശക്തിയില്ല നേരിടാൻ. പക്ഷേ അവൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവന് ബലത്തെ കൊടുത്തു, അവന് ജ്ഞാനത്തെ കൊടുത്തു. ആ ശത്രുവിനെ തകർത്ത് കളയുവാൻ ദൈവം അവന് കൃപയെ കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമ്മൾ പഠിക്കണം. കർത്താവിലാണ് നമുക്ക് സന്തോഷം. നമ്മൾ കഷ്ടതകളും വേദനകളും വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ പലരും ഈ ലോകപ്രകാരം സന്തോഷത്തിലേക്ക് ഓടുന്ന വ്യക്തികളാണ്. ഈ ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സന്തോഷം കണ്ടെത്തുവാൻ, സമയങ്ങൾ കണ്ടെത്തുവാൻ ഓടുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്ന സമയത്ത് യാക്കോബ് 1:2-3 വരെയുള്ള വാക്യം പറയുന്നു: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതിനുശേഷം സന്തോഷമായി എണ്ണുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ഓരോ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പരീക്ഷകളൊക്കെ പിശാച് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കാണ്. അപ്പോൾ നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞ് കർത്താവിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് പഠിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഓരോ തരത്തിലുള്ള ജോലികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കലും ചിന്തിക്കരുത് ചെറിയ ജോലിക്ക് ചെറിയ പ്രയാസമാണ്, വലിയ ജോലിക്ക് വലിയ പ്രയാസം, അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളെന്ന് പറയുന്നത് വിവിധ തരത്തിലാണ്. നമുക്കത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു യുവാവ് ഒരു കോടതിയിൽ താൻ പോകാനിടയായി. ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കോടതിയിൽ താൻ പോയി. കോടതിയിൽ പോകുന്ന സമയത്ത് തൻ്റെ ജഡ്ജിയോട് ഇപ്രകാരമാണ് പറഞ്ഞത്. ജഡ്ജിയോട് പറഞ്ഞു, ഞാൻ വളരെയധികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടു, വളരെയധികം പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വിലപിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. വിലപിക്കുകയാണ്, അദ്ദേഹം കരയുകയാണ്, അദ്ദേഹം നിരാശപ്പെടുകയാണ്. അപ്പോഴത്തേക്കും തൻ്റെ ജഡ്ജി തൻ്റെ കയ്യിലിരുന്ന, തൻ്റെ മുമ്പിൽ ഇരുന്നതായിട്ടുള്ള, തൻ്റെ മേശപ്പുറത്ത് ഇരുന്നതായിട്ടുള്ള കടലാസുകൾ, തൻ്റെ ഫയലിൽ
ഫയലുകൾ എടുത്ത് ഈ വ്യക്തിയുടെ മുമ്പിലേക്ക് നീട്ടിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നോക്കൂ ഇത്രയും അധികം പ്രശ്നങ്ങളുണ്ട്, ഇത്രയും അധികം കേസുകളുണ്ട്, ഇതെല്ലാം ഞങ്ങൾ പഠിക്കണം. ഇതെൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും തെറ്റായി പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലും ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ഞങ്ങൾ സന്തോഷത്തോടെ അതിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറയാനിടയായി തീർന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കുണ്ടാകുന്ന വ്യത്യാസമാണ്. നമ്മൾ ഏത് കഷ്ടത വന്നാലും നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യരുത്, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് പുതുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് ജയത്തെ പ്രാപിപ്പാനായിട്ട് സാധ്യമാണ്. മൂന്നാമത്, ഭയത്തിൻ്റെ ശക്തിയാൽ ഭയത്തെ നമ്മൾ തോൽപ്പിക്കണം. ഭയത്തെ ദൈവിക ശക്തിയാൽ നമ്മൾ അതിനെ നേരിടേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഭയത്തിൻ്റെ ശക്തിയാൽ ഭയത്തെ നമുക്ക് ദൈവശക്തി കൊണ്ട് നേരിടാൻ പറ്റുന്നത്? ഭയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും വരുന്നതാണ്. ചില വ്യക്തികൾക്ക് ജന്മനാ ചില ഭയങ്ങളുണ്ടാകും. ചില ഇരുട്ടിനെ ചില ആൾക്കാർക്ക് പേടിയാണ്, ചിലർക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പേടിയാണ്, ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറാൻ പേടിയാണ്, ചില വ്യക്തികൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പേടിയാണ്. വിവിധ തരത്തിലുള്ള ഭയങ്ങളുണ്ട്. എന്നാൽ ഭയത്തിന് വിവിധ തരത്തിലുള്ള അളവുകളുണ്ട്. ചില വ്യക്തികൾക്ക് ഭാവിയെ പറ്റിയുള്ള ഭയമാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് വിവിധ തരത്തിൽ ഉള്ള ഭയങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ, ഭയത്തിൻ്റെ ആത്മാവിനല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. 2 തിമോഥെയോസ് 1:7 പറയുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനാൽ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ്. ഭയത്തിനെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും സുബോധത്തിൻ്റെ ആത്മാവിനാലാണ് ഭയത്തെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധ്യമാകുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മൾ ദാനിയേലിനെ നോക്കുന്ന സമയത്ത് ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടത് നമുക്ക് നന്നായിട്ട് അറിയാം. ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിലായിരിക്കുന്ന സമയത്ത് താൻ ഭയത്തെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമാണ്. നമ്മളാണ് ആ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളാണ് ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ചെന്ന് വീണത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മ്യൂസിയമുണ്ട്. മ്യൂസിയത്തിൽ ഒരു സിംഹം അവിടെ നിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്ന 10 നിലയുടെ മേളിലിരിക്കുന്ന ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒന്ന് ഭയം ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ സിംഹത്തെ അത്രയും അധികം പേടിയാണ്. അപ്പോൾ സിംഹം ഒരു സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് കിടക്കുകയാണ്. ഗുഹയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ടണൽ പോലെ, സിംഹമെല്ലാം താഴെ വിശന്ന് കിടക്കുകയാണ്. അത് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നതായ സിംഹത്തിൻ്റെ മധ്യത്തിലേക്ക് ദാനിയേലിനെ പിടിച്ചിടുകയാണ്. ദാനിയേലിനെ അവിടെ പിടിച്ചിടുന്ന സമയത്ത് ദാനിയേൽ ഈ സിംഹത്തെ കണ്ടിട്ട് അതുവഴി ഇതുവഴി ഓടുന്നതല്ല നമ്മളവിടെ വേദപുസ്തകത്തിൽ കാണുന്നത്. സിംഹത്തിൻ്റെ മധ്യത്തിലും താൻ ദൈവത്തിൻ്റെ മഹത്വത്തെ അവൻ കാണുകയാണ്. കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിനകത്തും വിവിധ തരത്തിൽ സിംഹങ്ങൾ പോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അലറി വിളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? തൻ്റെ സ്വന്തം ശക്തിയിലല്ല ദാനിയേൽ അവിടെ നിന്നത്. അവനറിയാം തന്നെ തൻ്റെ കൂടെ ഉള്ള ദൈവത്തെ ദാനിയേലിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ദാനിയേൽ അവിടെ ആയിരിക്കുന്ന സമയത്തും താൻ സിംഹത്തിൻ്റെ കുഴിയിലായിരിക്കുമ്പോഴും തന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് തനിക്ക് ധൈര്യമുണ്ട്. ഈ സിംഹം എന്തില്ല, ഒരു കാരണവശാലും ഞാൻ സിംഹത്തിന് ഇരയാകത്തില്ല എന്ന് ദാനിയേലിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നത്തേതിൽ ദാനിയേൽ സിംഹക്കൂട്ടിൽ ഇടുന്ന സമയത്ത് അവിടെ രാജാവിന് എന്ത് ചെയ്തു? ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവസാനം ദാനിയേലിനെ കാണുവാനായിട്ട് വരുമ്പോൾ ദാനിയേലിനെ ഒന്ന് വിളിച്ചു നോക്കുകയാണ്. വിളിച്ചു നോക്കുന്ന സമയത്ത് ദാനിയേലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് അമ്പരന്ന് പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇന്നേ വരെ രാജാവ് കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു വിശന്ന് കിടക്കുന്ന ഒരു ഇരയുടെ മുമ്പിൽ ഒരു ചെറിയ ഇറച്ചി കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഇറച്ചി കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അതിനെ ഭിന്നമായി പീസാക്കി തിന്ന് കളയാൻ ശക്തിയുള്ള ഒരു സിംഹത്തിൻ്റെയൊക്കെ നമ്മൾ വലിപ്പം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ മീസത്ത് കിടക്കുന്ന സിംഹത്തെ തന്നെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ എത്രയോ സൈസുണ്ട്. അപ്പോൾ ഒന്ന് ആഫ്രിക്കയിലുള്ള സിംഹത്തെ പറ്റി നമ്മൾ ആനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കാണുന്നതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വളരെ ഹൈറ്റ് കൂടി അതിൻ്റെ കൈയിൻ്റെ ഒരടി കൊണ്ട് ആനയുടെ തലമണ്ട, അതിൻ്റെ മസ്തിഷ്കം വരെ അടിച്ച് ചെതറിച്ച് കളയുവാൻ
ശക്തിയുള്ള അത്രയ്ക്ക് ഇരുമ്പ് പോലെ ഇരിക്കുന്ന കൈയുള്ള ഈ സിംഹത്തിൻ്റെ മുമ്പെയാണ് ആരിയ്ക്കുന്നത്? ദാനിയേൽ ഇരിക്കുന്നത്. നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നമ്മൾ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ആരിൽ ആശ്രയിച്ചു? ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ പറയട്ടെ, ഈ രാത്രികാലം നമ്മുടെ ഏതൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൻ്റെ മധ്യ യേശുവിൽ നമുക്ക് ആശ്രയിക്കാമോ? പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാമോ? നമ്മെ കൈവിടാതെ, നമ്മെ നന്നായി സ്നേഹിക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ഭാവിയെ അറിയുന്ന, നമ്മുടെ വാഗ്ദത്തങ്ങളെ അറിയുന്ന, നമ്മുടെ ഇന്നലകളെയും ഇന്നും നാളെയും അറിയുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളിൽ വെറുതെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ നാലാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ മേൽ വയ്ക്കണം. വചനം ഇപ്രകാരം പറയുന്നു, 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവൻ്റെ മേൽ വച്ചുകൊള്ളുവിൻ എന്ന ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നു. ഹല്ലേലൂയ. യേശു ആർക്ക് കരുതുന്നു? നമുക്ക് വേണ്ടി അവൻ കരുതുന്നത് കൊണ്ട് നമ്മുടെ സകല ചിന്തകളും ഭാരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ മേൽ ഇടണം എന്ന്, വച്ചുകൊള്ളണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നമുക്ക് പലതരത്തിലുള്ള ചിന്തകളുണ്ട്. പക്ഷേ ചിന്താഭാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം പോകും. നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടും, ഡിപ്രഷൻ ഉണ്ടാകും, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആദ്യം പ്രാർത്ഥന നഷ്ടപ്പെടും, ബൈബിൾ വായിക്കാനായിട്ട് പറ്റത്തില്ല, തിരുവചനം പഠിക്കാൻ പറ്റത്തില്ല, ധ്യാനിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥനയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വളരെയധികം അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെയധികമായി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കൂടിയേ മതിയാകും. നമ്മുടെ സകല ചിന്താഭാരങ്ങളും ദൈവത്തിൻ്റെ മേൽ വച്ചു കൊടുക്കണം. അങ്ങനെ ചിന്താഭാരങ്ങൾ നമ്മൾ വയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഒരു കർഷകൻ തൻ്റെ കഴുതയുമായി ധാരാളം ഭാരമുള്ള ഒരു ചാക്കുകെട്ടുകൾ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. അവൻ ക്ഷീണിക്കുന്ന ഒരു കഴുതയെ കണ്ടപ്പോൾ അവന് വലിയ പ്രയാസം തോന്നി. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഭാരം മാറാൻ വേണ്ടിയിട്ട് ആ കഴുതയുടെ പുറത്തിരുന്നതായിട്ടുള്ള തൻ്റെ ചാക്കുകെട്ടുകൾ എടുത്ത് തൻ്റെ ശരീരത്തിൽ വെച്ച് താൻ കുറച്ചു നേരം അതിന് നടക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ അതുപോലെ പക്ഷേ ആ കഴുതയ്ക്ക് ആ ചാക്കുകെട്ടുകൾ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത തരത്തിലാണ്, മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ആ ചാക്കുകെട്ടുകൾ എടുത്ത് തൻ്റെ ചുമലിൽ വെച്ച് അത് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്നെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആ കഴുതയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ കഴുതയ്ക്ക് വേണ്ടിയിട്ട്, കഴുത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് അല്ലെങ്കിൽ താനിങ്ങനെ ചുമട് തൻ്റെ ശരീരത്തിൽ വഹിപ്പാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കഴുതയെ പോലെ അല്ലെങ്കിൽ ഭാരങ്ങളും ഏറി, വേദനകളും ഏറി, നിരാശയോടെ നമ്മൾ പലപ്പോഴും നമ്മൾ നീങ്ങുമ്പോൾ, ഞാൻ പറയട്ടെ ഹല്ലേലൂയ, നമ്മളെ കണ്ട് നിരാശയോടെ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എവിടെ കഷ്ടപ്പെടുമോ, എവിടെ തകർന്നുവോ, എവിടെ നിരാശപ്പെടുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. അടുത്തതായി പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സമാധാനം കണ്ടെത്തണം. എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സമാധാനം കണ്ടെത്തുന്നത്? പല ആൾക്കാരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത്, പല ആൾക്കാരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. പല പ്രാർത്ഥനകളും കഴിയുമ്പോൾ അവർ നിരാശപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരങ്ങളും വേദനകളും കർത്താവ് എടുത്ത് നമുക്കതിനു വേണ്ടി ഉത്തരം തരുമെന്ന് നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥന ആവശ്യമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ വരും, ദൈവിക സ്വസ്ഥത നമ്മുടെ മനസ്സിൻ്റെ മേൽ വരും. നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാനായിട്ട് സാധ്യമാണ്. നമുക്ക് ഈ ഭാരപ്പെട്ടതുകൊണ്ട്, ആകുലപ്പെട്ടത് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദൈവകരത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഒന്നാമതായി നമ്മൾ അധരം തുറന്ന് ദൈവത്തോട് പറയണം. പല വ്യക്തികളും അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് മടിയാണ്. പലപ്പോഴും അവർ പറയും, ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദര എന്ന് പറയും. ഞങ്ങൾ അധരം കൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ അത്തരം കൊണ്ട് നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. അത് നമ്മൾ നിശ്ചയമായി നമ്മൾ ചെയ്യണം. നമുക്ക്
പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാര്യം നമുക്കറിയാം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ആ സാഹചര്യം നമുക്ക് വേദപുസ്തകത്തിനകത്ത് അറിയാം. അർദ്ധരാത്രി അവരായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവർ ദൈവത്തെക്കുറിച്ച് നാളെ എന്തായി തീരുമെന്ന് അവർക്കറിയത്തില്ല. നാളെ മരണമാണോ, നാളെ എന്തായി തീരും, വളരെയധികം പ്രയാസത്തിൻ്റെ മധ്യേ താനായിരിക്കുമ്പോഴും ആമത്തിലിട്ട് കാൽ പൂട്ടി ചങ്ങലയാൽ ബന്ധിച്ച് ഹല്ലേലൂയ നിരാശയോടെ അവരായിരിക്കുന്ന, നിരാശയുടെ സാഹചര്യങ്ങൾ അവരെ മുമ്പിൽ ഇരിക്കുന്ന സമയത്തും അവരതിനൊന്നും കീഴ്പ്പെടാതെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്ന അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. കാര്യം അവർ പ്രാർത്ഥനയിൽ, അവർ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധ്യമാണ്. അവനെ ഒന്നിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല, നാളെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. നാളെ ഹല്ലേലൂയ മരണമായിരിക്കും അവരെ മുമ്പിൽ വരുന്നത്. അതില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ തൂക്കിക്കൊല്ലുവാനായിരിക്കാം, ഇല്ലെങ്കിൽ വാളിന് ഇരയാക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അവർ പ്രാർത്ഥനയിലും ആരാധനയിൽ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നത്. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞ് ഹല്ലേലൂയ അവർ സ്വതന്ത്രമാകുന്നത് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നത് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ അടുത്തതായി നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല. 2 കൊരിന്ത്യർ 12:9 പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്, സ്വന്തം ശക്തിയല്ല. ഹല്ലേലൂയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ തികവുള്ള ദൈവത്തിൻ്റെ തികഞ്ഞ ഒരു സൃഷ്ടിയാണ് നാം. ആയതുകൊണ്ട് നാം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പറയുമ്പോൾ ദൈവം എനിക്ക് മതിയായവനാണ്, നിൻ്റെ ആവശ്യങ്ങളെക്കാളെല്ലാം ദൈവം മതിയായവനാണെന്ന ഒരു ബോധ്യത്തോടെ നമ്മളായിരുന്നാൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് കഷ്ടകാലത്തിൽ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ കഷ്ടകാലം വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും വ്യക്തികൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെ ആരും ഉണ്ടാകത്തില്ലെന്നാണ്. ശരിയാണ്. പലപ്പോഴും കഷ്ടകാലം വരുമ്പോഴാണ് ആദ്യം പോടുന്നത് സുഹൃത്തുക്കൾ നമ്മളെ വിട്ടുപോകും, ബന്ധുക്കൾ പിന്നെ നമ്മളെ ആശ്രയിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ആരും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സാമ്പത്തികമായി തകർച്ചയെന്ന് പറഞ്ഞാൽ ആരും കാണില്ല. ഹല്ലേലൂയ. ജോലിയില്ല എന്ന് പറഞ്ഞാൽ ആരും കാണത്തില്ല. നിരാശയാണ്, മരണമാണെന്ന് പറഞ്ഞാൽ ആരും കാണത്തില്ല. ഒരാൾ രോഗിയായി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും പോകത്തില്ല. ഒരാൾ മരണത്തിൽ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ, ആ കുടുംബത്തിൽ മരണമെന്ന് ഭവിച്ചെന്ന് പറഞ്ഞാൽ ചെന്ന് കാണാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കഷ്ടതകൾ വരുമ്പോൾ അതിലേക്ക് അവർ ചെന്ന് ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് മനസ്സില്ല. അവരെല്ലാം ഒരു സേഫ് സോണിൽ ആയിരിക്കാനാണ് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത്. പക്ഷേ കഷ്ടകാലം വരുന്ന സമയത്ത് ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും യേശു നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു കഷ്ടകാലത്തും എന്തില്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടകാലത്ത് മാറി ഇന്ന് നോക്കുന്ന ദൈവമല്ല, കഷ്ടകാലത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മൾ പുറകരുത്. ഹല്ലേലൂയ. വചനം ഇപ്രകാരമാണ് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയാം. തുണയെന്ന് പറഞ്ഞാൽ നല്ല സഖിയായിട്ട് യേശു നമ്മോട് കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോൾ ആരും നമുക്കില്ല. ഹല്ലേലൂയ. ആരും നമുക്കില്ല എന്ന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറയട്ടെ, കഷ്ടങ്ങൾ വരുമ്പോൾ യേശു നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തതായി, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. സ്ഥിരതയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ മനസ്സ് തകർന്നു പോകും, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാം. റോമർക്കെഴുതിയ ലേഖനം 5:3-4 പറയുന്നു, കഷ്ടത സ്ഥിരത സ്വഭാവ രൂപീകരണ പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. പുതിയൊരു വെർഷനിലാണ് എഴുതിയിരിക്കുന്നത്. കഷ്ടത സ്ഥിരതയുണ്ടാക്കും. ഹല്ലേലൂയ. സ്ഥിരത നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഇടയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. സ്വഭാവ രൂപീകരണം നമ്മുടെ പ്രത്യാശയ്ക്ക് ഉളവാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയാം. അപ്പോൾ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധ്യത പ്രത്യാശയും ഉളവാക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ തകർത്ത് കളയുന്ന ദൈവമല്ല, നമ്മെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ
എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കഥ ഒരിക്കലും ഇങ്ങനെ കേൾക്കാനിടയായി തീർന്നു. ഒരിക്കലും ഒരു ഒട്ടകത്തിൻ്റെ പുറത്തൊരു ഈച്ച വന്നിരുന്നു. ഒരു ഒട്ടകത്തിൻ്റെ പുറത്തൊരു ഈച്ച വന്നിരുന്നു. അപ്പോൾ ഈച്ചയാണെങ്കിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത ശേഷം ഈച്ച ഒട്ടകത്തോട് പറഞ്ഞു, ഹേ ഒട്ടകമേ, നീ ക്ഷീണിച്ചുവെങ്കിൽ ഞാൻ പറന്നു പോവുകയാണ്. അപ്പോൾ ഒട്ടകം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെപ്പോലെ പറന്നു പോയാലും ഇരുന്നാലും എനിക്കൊരു ഭാരവുമില്ല, നിങ്ങളുടെ ഭാരം അറിയാൻ പോലും ഞാൻ മെനക്കെട്ടിട്ടില്ല എന്ന് ഈ ഒട്ടകം പറയാനിടയായി തീർന്നു. എന്നാൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരിക്കൽ ഒരു ഈച്ച വന്ന് ഇരുന്ന സമയത്ത് ഒരു കഥയാണ്. അതിങ്ങനെ പറയുകയാണ്, ഒട്ടകത്തിൻ്റെ മേലൊരു ഈച്ച വന്നിരിക്കുമ്പോൾ, ഇത്രയും വലിയൊരു ഒട്ടകം, അതിൻ്റെ മുകളിൽ ഒരു ഈച്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ഈച്ച ചിന്തിച്ചൊരു കാര്യം, ഈച്ച വന്ന് ഇരുന്നത് കൊണ്ടാണ് ഒട്ടകത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, വളരെ ഭാരമാണെന്ന് ചിന്തിക്കുകയാണ്. ആര് ചിന്തിക്കുകയാണ്? ഒട്ടകത്തിന് ഭാരമാണെന്ന് ഈച്ച ചിന്തിക്കുകയാണ്. പക്ഷേ ഒട്ടകത്തിന് ഈച്ച വന്നിരിക്കുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. കാര്യം ഒട്ടകത്തിൻ്റെ ശരീര വലിപ്പത്തിനും അതിൻ്റെ ശക്തിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈച്ചയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന് ഒന്നുമേ ഇല്ല. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ഈച്ചയെ പോലെയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഈ ഭാരങ്ങളെല്ലാം വേദനകളെല്ലാം ദൈവസന്നിധിയിൽ പറയുമ്പോൾ, നെടുവേർപ്പെടുമ്പോൾ ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ച് ഒരു പിതാവ്, നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് അതിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ, അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ശ്രദ്ധയോടെ ഒരു പിതാവ് കേൾക്കുന്നത് പോലെ ദൈവം വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും സഹിഷ്ണുതയോടും കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടായിത്തീർന്നാൽ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, വിടുതൽ പ്രാപിപ്പാനായിട്ട് വരും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കുള്ള ബുദ്ധിമുട്ടാണ്, പല വെളിപ്പാടുകൾക്കുള്ള തിരിച്ചറിവുകളാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദുരിതങ്ങൾ കൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ വിലയേറിയ പദ്ധതി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം വിശ്വസിക്കണം. നമ്മൾ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്? ആ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, റോമർഗീത ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ജനത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും വേദനകളൊക്കെ വരും. പക്ഷേ അതൊന്നും എന്തിയില്ല, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂട്ടി മാറ്റുന്ന ദൈവമാണ്. നമുക്ക് യോസഫിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. യോസഫിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളെന്ന് പറഞ്ഞാൽ സഹോദരന്മാർ വഴിയാണ് ആദ്യത്തെ കഷ്ടതകൾ വരുന്നത്. അവൻ്റെ ദർശനം അവൻ പറഞ്ഞപ്പോൾ, ദർശനത്തിനൊരു കുഴപ്പമുണ്ട്. ദർശനം പറയേണ്ട വ്യക്തികളുടെ അടുക്കൽ മാത്രമേ പറയാം. ഹല്ലേലൂയ. പറയേണ്ടവരുടെ അടുക്കൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ചപ്പാടില്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദർശനത്തിന് എന്തിയില്ല, അവരൊരു വില കൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇതാരോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഹല്ലേലൂയ. നമ്മൾ ദർശനം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദർശനം, ദൈവം തന്ന ദർശനങ്ങൾ നമ്മൾ ആരുടെയെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ പറയുമ്പോൾ വളരെ പരിജ്ഞാനത്തോടുകൂടിയാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദർശനത്തിന് വിരോധമായി സാത്താൻ എന്തെങ്കിലും പദ്ധതികൾ ഒരുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പല കാര്യങ്ങൾ ദൈവനെ പഠിപ്പിക്കാൻ പലതും ഞാൻ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ പിന്നത്തേതിൽ ദൈവൻ്റെ അടുത്ത് പറഞ്ഞു, സംസാരിക്കാനിടയായി, നീ മുത്തുകളെ എടുത്ത് പന്നിയുടെ ചുവട്ടിൽ ഇടുകയാണ്. കാര്യം അവർക്ക് അതിൻ്റെ വില അവർക്ക് മനസ്സിലാകത്തില്ല. മുത്തെടുത്ത് ഒരു പന്നിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പന്നിക്കറിയാമോ ഇത് മുത്താണെന്ന്? ഇല്ല, അതിനറിയത്തില്ല. അതിന് തിരിച്ചറിയുവാനായിട്ടുള്ള കപ്പാസിറ്റി അതിനില്ല. അതുകൊണ്ട് അതിനെ തൊഴിച്ചു കളയാനിടയായി തീരും. അന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അത് പറയേണ്ടിടത്ത് മാത്രം പറയണം. കാഴ്ചപ്പാടുകൾ പറയേണ്ടിടത്ത് നമ്മൾ പറയരുത്. കാഴ്ചപ്പാടുകൾ പറയുന്നത് കൊണ്ട് യോസഫിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവന് പുറത്തു നിന്നല്ല ആദ്യത്തെ ആക്രമണം പറഞ്ഞത്. അവൻ്റെ വീട്ടിനകത്തു നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കണച്ചിൽ കൊണ്ടിട്ടു. അവിടെ നിന്നാണ് അവൻ്റെ കഷ്ടതകൾ തരുന്നത്. പക്ഷേ അവൻ്റെ കഷ്ടതകളെല്ലാം പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ദൈവം യോസഫിൻ്റെ അടുത്ത് ഒരു ദർശനം പറയുമ്പോൾ യോസഫിൻ്റെ അടുത്ത് ദർശനം മാത്രമാണ് പറഞ്ഞത്. ആ ദർശനത്തിലേക്കുള്ള പോക്ക് പറഞ്ഞില്ല. ദൈവം ഒരു വാഗ്ദത്തം പറയുമ്പോൾ, യോസഫിൻ്റെ അടുത്ത് ഒരു വാഗ്ദത്തം പറയുമ്പോൾ ആ ദർശനത്തിന് ഒരുപാട് കഷ്ടതയുള്ള കാര്യം പറഞ്ഞില്ല. കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യോസഫ് എന്തായാലും എന്ത് ചെയ്തിരുന്നു, പറഞ്ഞേനെ, ഞാൻ എന്തില്ല, ഒരു കാരണവശാലും അങ്ങോട്ട് പോകത്തില്ല. നമുക്കും ദൈവം ഓരോ വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ, ദൈവം നമുക്ക് ഓരോ ദർശനങ്ങൾ നമുക്ക് പറയുമ്പോൾ അറിയുക, നമുക്ക് ആ ദർശനത്തിലേക്ക് എത്തുവാൻ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ കൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടതായി വരും. ആ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും ദൈവം നമ്മെ പഠിപ്പിക്കും. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും, നമ്മളെ പ്രൂവ് ചെയ്യും. യോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുക.
അവന് പാപം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും പൊത്തിഫറിൻ്റെ വീട്ടിൽ അവൻ പാപം ചെയ്യാതെ നിന്നു. കാര്യം അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? അവിടെ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നത് അവനെ കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. അവൻ്റെ പാനപാത്രവാഹകന്മാർ എല്ലാവരും അവനെ മറന്നു കളഞ്ഞപ്പോൾ, അവൻ്റെ കൂടെയുള്ളവർ അവനെ പറ്റി മറന്നു കളയുമ്പോഴും ഇതാ ദൈവം അവനെ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അവനെ മാനിക്കുകയാണ്. ആരുടെ മുമ്പിലാണ്? ആര് തള്ളിയിട്ടോ അവൻ്റെ മുമ്പിലാണ് ദൈവം അവനെ മാനിക്കുന്നത്. ആര് നിന്ദിച്ചോ, ആര് പരിഹസിച്ചോ അവരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മധ്യയാണ് ദൈവം അവനെ ഉയർത്തി ഹല്ലേലൂയ അവനെ മാറ്റുന്നത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും യോസഫിനെ പോലെ നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ധൈര്യത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുന്നേറുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ജയാളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ജയാളിയാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ സത്യത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കും റോമർക്ക് ലേഖനത്തിൽ 8:37 പറയുന്നില്ല, നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ കാര്യങ്ങളിലൊക്കെ മഹാവിജയം നേരിടുന്നു എന്നാണ് വേറെ വെർഷനിൽ പറയുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പം പൂർണ്ണ ജയം നമ്മൾ പ്രാപിച്ച വ്യക്തികളാണ്. പുതിയ നിയമത്തിൽ നമ്മളായിരിക്കും നമ്മളൊരു ജയാളിയായ വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും പിശാചിനാൽ അവൻ്റെ പരീക്ഷകളെ ജയിക്കുവാനായി ദൈവം നമുക്ക് തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലൂടെ തൻ്റെ രക്തത്തെ നമുക്ക് തന്നിരിക്കുന്നു. അവൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിച്ച് നമുക്ക് അനുനിമിഷം നമുക്ക് വളർന്നു വരുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാൻ, നമ്മളെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ജയിക്കുവാൻ നമ്മുടെ ഒരു സ്നേഹിതനെ പോലെ കർത്താവ് 24 hours ഹെൽപ്പ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? ഇത് ഒറ്റയ്ക്ക് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഏകാന്തപ്പെട്ട് നിരാശപ്പെട്ട് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തകർന്നു പോകാതിരിക്കാൻ തൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കാനാണ്. തൻ്റെ ഹൃദയത്തെ ദൈവം നമുക്ക് തന്നിരിക്കണം. എന്തിനെന്നറിയാമോ? അവൻ്റെ കൂടെ അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എവിടെയാണ് നമുക്ക് ഉള്ളത്? വാഗ്ദത്തം അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പോകുന്ന വാഗ്ദത്തമല്ല ഞാൻ പറഞ്ഞത്. വാഗ്ദത്തം നിത്യതയിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ ഹല്ലേലൂയ ഈ ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. ഈ ഭൂമിയിൽ പാപം നിറഞ്ഞ ഭൂമിയിൽ വിശുദ്ധരായി ജീവിപ്പാൻ, പാപം നിറഞ്ഞ ലോകത്തിൽ, അശുദ്ധിയുള്ള ലോകത്തിൽ വിശുദ്ധനായി ജീവിപ്പാൻ ദൈവം തൻ്റെ ആത്മാവിനെ തന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുവാൻ, ഒരു സ്നേഹിതനെ പോലെ ഹെൽപ്പ് ചെയ്യുവാൻ, ഒരു സഹോദരനെ പോലെ, ഒരു പൂർണ്ണ ഹല്ലേലൂയ ആത്മാവായി ദൈവം നമുക്ക് തൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ നന്ദി പറയേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, വേദനകൾ നമ്മൾ നേരിടുമ്പോൾ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നമ്മൾ നോക്കണം. ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കേണ്ടത് ഈ രാത്രി അത്യാവശ്യമാണ്. യേശുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അവനാണ് നിൻ്റെ ജീവിതത്തെ സഹായിക്കുന്നത്. അവനാണ് നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നിൻ്റെ ബലഹീനതകൾ തുണ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ കേട്ട ഈ ദൈവവചനം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാൻ പറയട്ടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് വരുന്നതായിരിക്കണം. പല ആൾക്കാരുടെയും വാക്കുകൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, നിരാശയുള്ളവരുടെ, പരാജയപ്പെട്ടവരുടെ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയം കൈവരിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ യൗവനത്തിൽ എനിക്ക് കുറച്ച് സ്നേഹിതന്മാരുണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാം ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ടീമാണ്. കാര്യം ഫ്രണ്ട് ബെഞ്ചിൽ ചെന്നിരിക്കാനായിട്ട് പഠിച്ചാൽ തലയിലൊന്നും കയറാത്തതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ടീമുകളായിരുന്നു. അപ്പോൾ ഈ ബാക്ക് ബെഞ്ചിൽ ഒരു കുഴപ്പമുണ്ട്, എല്ലാം തോറ്റ് മുട്ടയിട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എല്ലാം നിരാശ പറയുന്ന ആൾക്കാർ, പരീക്ഷ എഴുതണ്ടടാ എങ്ങനെയും ജയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, പരാജയപ്പെട്ട അവരാരും ഹല്ലേലൂയ ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ഇന്ന് പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഇന്നും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തെ പരാജയത്തെ വിജയമാക്കി തീർത്തത് എന്നെ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ട് ബെഞ്ചിലേക്ക് ദൈവം എന്നെ ഷിഫ്റ്റ് ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ഞാനൊരു തോൽവിയായിരിക്കുന്ന ജീവിതത്തിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിലാകട്ടെ, എൻ്റെ ആത്മീയ ജീവിതത്തിലാകട്ടെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാവിയിൽ, എൻ്റെ വാഗ്ദത്തങ്ങളിലൊക്കെ, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതങ്ങളിലെല്ലാം നമ്മൾ എവിടെയൊക്കെ പരാജയപ്പെടുന്നു അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. ഭാര്യയുടെ അടുത്ത് തുറന്ന് സംസാരിച്ചാൽ എപ്പോഴും അടി വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല.
ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് തലയിൽ കടി കിട്ടുന്നതെന്ന് അറിയത്തില്ല. മക്കളോടൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു ഭവനത്തിൽ പോകുന്ന സമയത്ത് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് ദിവസങ്ങളായി. അവർ തമ്മിൽ മെസ്സേജുകൾ അയക്കുകയാണ്. ഭാര്യ ഫോൺ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് മെസ്സേജ് അയച്ചാണ് ഫോൺ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറയും ഊണ് കഴിച്ചു, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരും. കാര്യം എന്തെന്ന് സംസാരിക്കാനായിട്ട് അവരുടെ ഈഗോ അവർക്ക് സമ്മതിക്കുന്നില്ല. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഈഗോ ഒന്നുമല്ല, ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ വ്യക്തിത്വമാക്കി മാറ്റുക എന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ യേശുവിൻ്റെ ആത്മാവെന്നാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മെ തൻ്റെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട്, ദൈവത്തിൻ്റെ അംബാസഡറായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നല്ലൊരു പൈതലായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ഭാരം വരുമ്പോൾ, വേദന വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ, ഈ ലോകത്തിൻ്റെ കഷ്ടതകൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പറയും നിരാശപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ നമ്മൾ നിരാശപ്പെട്ടു പോകരുതെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരിക്കൽ ഒരു സഹോദരൻ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ബെൻസ് കാറിലാണ് വന്നത്. അപ്പം ഞങ്ങളൊക്കെ അന്ന് യൗവനത്തിലാണ്. ബെൻസ് കാർ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ചെന്ന് നോക്കി. ബെൻസ് കാറിൽ ഒരാൾ വന്നു പ്രാർത്ഥിക്കാനായിട്ട് മുമ്പ് വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വളരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് കടമുണ്ട്, 52 കോടിയാണ് കടമെന്ന് പറഞ്ഞിട്ട്. നമ്മളത് കേട്ടപ്പോൾ നമ്മുടെ തല ചുറ്റിപ്പോയി. കാര്യം നമ്മളന്ന് 1 ലക്ഷം രൂപ പോലും നേരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ആ സമയത്താണ് 52 കോടി രൂപ കടമുള്ള ഒരു മനുഷ്യൻ ബെൻസ് കാറിൽ വന്ന് ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നത്തെ ചിരിച്ചുകൊണ്ടാണ് ഫേസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയാം, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കിവിടെ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ കടമുണ്ടെങ്കിൽ നമുക്കിരിക്കാൻ പറ്റത്തില്ല. തലകറക്കോ ഛർദിലും, ഹല്ലേലൂയ, പിന്നെ വീട്ടിനകത്ത് ബഹളവും ആകെ അസ്വസ്ഥതയാണ്. ദൈവത്തിന് ഒരു വാതിൽ തുറക്കുവാൻ ഒരു നിമിഷം മതി. എന്തുകൊണ്ടാണ് വാതിൽ തുറക്കാത്തത്? ആദ്യം ദൈവം നമ്മളെയാണ് നോക്കുന്നത്. നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ യേശുവിൻ്റെ മുഖത്തേക്കാണോ നോക്കുന്നത്, അതോ വേറെ ആരുടെയെങ്കിലും മുഖത്താണോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ, വചനം പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. മനുഷ്യരിൽ ആശ്രയിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാമോ? ഈ നല്ല ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും മൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അത് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്താം. യേശുവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടതകൾ, വേദനകൾ, പ്രയാസങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, കർത്താവെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒന്ന് പണിയണം. എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഒരു വാക്ക് പറയാമോ? അതെ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തോട് പറയാം, പരിശുദ്ധാത്മാവ്, എൻ്റെ ഭാരത്തെ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. എൻ്റെ വേദനയെ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. എൻ്റെ നിരാശകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരത്തിൽ തരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ അനറ്റുന്ന വിവിധ തരത്തിലുള്ള പരാജയങ്ങൾ, വിവിധ തരത്തിലുള്ള ശോധനകൾ എല്ലാം ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നുവെന്ന് നമ്മുടെ ഹൃദയം തുറന്ന് ഒരു നിമിഷം തുറന്നൊന്ന് പറയാമോ? ദൈവത്തോട് പറയാമോ? നമ്മുടെ ഹൃദയം നിറഞ്ഞ് വായ തുറന്ന് പറയുന്നത് ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കണ്ടവർ നിരാശപ്പെട്ടു പോകാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശോധനകൾ, വേദനകൾ, നിരാശകളെല്ലാം നീങ്ങിപ്പോകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അവർക്ക് ജയാളിയായിട്ട് മുമ്പോട്ട് പോകുവാൻ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് രാത്രികാലം അവർക്ക് ബലത്തെ കർത്താവ് കൊടുക്കണം. എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. എല്ലാ ടെൻഷനും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ്യ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വന്നതുപോലെ
പോലെ ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ കർത്താവ് കടന്നു വന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അവരായിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയൊരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയാൽ പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പിശാച് കെട്ടിയ എല്ലാ മുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ രാത്രികാലം തകർന്നു പോകാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങനെ ചെയ്യുന്നതിനോർത്ത് നന്ദി പറയുകയാണ്. അങ്ങ് അവരെ ബലപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. എല്ലാ ഭാരങ്ങളും അഴിഞ്ഞു മാറുന്നതിനോർത്ത് നന്ദി പറയുന്നു. എല്ലാ വേദനകളും അഴിഞ്ഞു മാറുന്നതിനോർത്ത് നന്ദി പറയുന്നു. എല്ലാ നിരാശകളും അഴിഞ്ഞു മാറുന്നതിനോർത്ത് നന്ദി പറയുകയാണ്. കർത്താവ് രാത്രികാലം ദൈവിക സമാധാനം കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിപ്പാൻ അവരെ സഹായിക്കണം. അവർ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവർ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. Amen. God bless you.